ജോലി കഴിഞ്ഞ് വന്നാലും സ്ത്രീകൾക്ക് വീട്ടിൽ പിടിപ്പത് ജോലി ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ വേഗം പല്ലൊക്കെ തേച്ച് നമ്മളെ പണിയിലേക്ക് കിടക്കുകയാണ്. പല്ലേക്കൽ നമ്മളെ പച്ചക്കറീൻ്റെ മുൻപിലൊക്കെ നിന്നിട്ടാണ് കേട്ടോ. ഓലൊക്കെ ഒന്ന് നോക്കി ഒന്ന് എങ്ങനെയുണ്ട്, ആൾക്കാരൊക്കെ ഓക്കെ ആണോ എന്നുള്ള നോട്ടൊക്കെയാണ് ഞാൻ നോക്കുന്നത്. കാരണം ഞാൻ പോയിട്ട് ഒരു 10-15 ദിവസമായി. അപ്പോൾ വന്നിട്ട് ഉള്ള ആ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. വെള്ളം കൊടുക്കലും കാര്യങ്ങളൊക്കെ ഞാൻ വന്ന പാടെ രാത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആകെ വാടി തളർന്ന് പാവമായി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ വേഗം വന്ന പാടെ തന്നെ ഡ്രസ്സ് പോലും മാറ്റാതെ ഞാൻ എല്ലാത്തിനും വെള്ളം കൊടുത്തു കേട്ടോ. വേനൽക്കാലമല്ലേ, നമ്മളെ പോലെ തന്നെ അല്ലേ ഓലും. ഇനി ചെറിയൊരു ചാക്കിലും മറ്റേതിലൊക്കെ ആയിട്ടുള്ള ആ ഒരു പാത്രത്തിലൊക്കെ ആയിട്ടുള്ള ആ ഒരു ചട്ടികളിലും ചാക്കുകളിലൊക്കെ ആയിട്ട് കറിവേപ്പിലുണ്ട്, പിന്നെ അതുപോലെ കുമ്പളങ്ങ, പിന്നെ എന്തൊക്കെയാണ് മുളകുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുഴിച്ചിട്ടതാണ്. പിന്നെ അങ്ങോട്ട് ഒന്നിട്ട് പിടിച്ചാൽ പിന്നെ ആകെ പിടിക്കാൻ തുടങ്ങി. ഇത് പിന്നെ നമ്മളെ വഷളച്ചീര നല്ല രസമാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതായിരുന്നു ഒരു തണ്ട്. ഇപ്പോൾ ആൾ നല്ല ഉഷാറായിട്ട് നല്ല വലിയ ഇലക്കായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇത് പിന്നെ എൻ്റെ കൈപ്പങ്ങ പറിക്കണം. ഇപ്പം ഒന്ന് ഉപ്പേരി വയ്ക്കാൻ കൈപ്പങ്ങയും ചക്കക്കുരും വയ്ക്കാന്നുള്ളതിൽ അപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ആളൊക്കെ നല്ല കുറച്ചൊക്കെ വലിപ്പം വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം കിട്ടുകയാണെങ്കിൽ ഉഷാറാവുമായിരുന്നു. അപ്പോൾ മുളകൊക്കെ ഞങ്ങൾ വീട്ടിലത്തെ ഈ ഒരു മുളകും മരത്തുമ്പന്നേന് പറിക്കലിട്ടോ. പിന്നെ മത്തനുണ്ട്, പിന്നെ അതുപോലെ നമ്മളെ നടുതല കിഴങ്ങല്ല ശർക്കര കിഴങ്ങുണ്ട്. ഇതിൻ്റെ തേജുട്ടിൻ്റെ പൈനാപ്പിളും ഉണ്ട്. തേജുട്ടിൻ്റെ പൈനാപ്പിൾ കൊണ്ടുവന്നാൽ അവനത് കുഴിച്ചിടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും പൈനാപ്പിൾ ഉണ്ടായിനോ. ഇത് വേറെന്തോ ഒരു ചെടിയാട്ടത്ത് നമ്മൾ വഴുതന. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇത് പിന്നെ നടുതലക്കിഴങ്ങ്, അതുപോലെ നമ്മൾ കൂർക്കൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈ ചാക്കുകളിലും പാണ്ടങ്ങളിലൊക്കെ ആയിട്ടുള്ളത്. ഇവനെ താളിച്ച നല്ല രസമാട്ടോ ഈ വഷളച്ചീര. അപ്പം അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ഞങ്ങളെ കടികളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ചപ്പാത്തി, കടലക്കറി, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ അവിടെ ആയിട്ടുണ്ട്. ഇനി എന്തായാലും കൈപ്പങ്ങപ്പേരി വെക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരും കൈപ്പങ്ങപ്പേരിയൊക്കെ വെച്ച് കറിയും കാര്യങ്ങളും പണികളൊക്കെ ഒരുങ്ങി ഞാൻ നമ്മുടെ ഷോപ്പിലെത്തിയിട്ടോ. വോയിസ് കൊടുക്കുമ്പോഴേ ജലദോഷം പിടിച്ചതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടാവില്ല, ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങൾ. കുറച്ചൊന്ന് ക്ലീനാക്കും, പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കും. നമുക്ക് റെസ്റ്റ് എടുത്ത് ചെയ്യാം കേട്ടോ. ഫുള്ള് എസിയിൽ ഇരുന്നിട്ടാണ് എനിക്ക് ജലദോഷം പിടിച്ചത്. അപ്പോൾ ബ്രാൻഡഡ് സംഭവങ്ങൾ, ടീഷർട്ട് കാര്യങ്ങൾ. എനിക്ക് ഈ ഒരു ടീഷർട്ട് നല്ലോണം ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു കളർ കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ റേറ്റ് നമ്മളെ കൊണ്ട് താങ്ങൂല മക്കളെ, അമ്മാതിരി റേറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. കുറച്ച് നേരം ഇവിടെയും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലിവേസിക്ക് പോകും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്. ഒരു ദിവസം ഇവിടെയാണ് സ്കെച്ചേഴ്സിലാണ് രാവിലെ വെച്ചാൽ, ഒരു ദിവസം ലിവേഴ്സിലാട്ടോ. ലിവേഴ്സിൽ പിന്നെ ഒറ്റ ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് പിന്നെ 2 നില ആയതുകൊണ്ട് നമുക്ക് മുകളിൽ പോയിട്ട് തന്നെ എടുക്കാം. അപ്പം അങ്ങനെ എൻ്റെ അവിടുത്തെ പണികളും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കേട്ടോ. 3-3:30 ആകുമ്പോൾ തന്നെ എല്ലാ പണികളും കഴിഞ്ഞ് ഇറങ്ങി. നമ്മളെ നാട്ടിലേക്കുള്ള വണ്ടി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആണെങ്കിലോ മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നാട്ടിലേക്കുള്ള വണ്ടി കിട്ടി. ബസ്സോ ഓട്ടോ എന്തെങ്കിലും അത് കിട്ടും. ഇവിടെ നിന്നാൽ 10 രൂപ കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നാട്ടിലേക്കുള്ള വണ്ടി കിട്ടി. അതിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ വീട്ടിലേക്കുള്ള വഴി. നല്ല അപ്പുറത്ത് തോട്, ഇപ്പുറത്ത് എന്താ പറയുക പാടം, കയിങ്ങ്, വാഴ, തെങ്ങില്ല. അപ്പോൾ നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ നടുക്ക് കൂടെയുള്ള ആ ഒരു പോക്ക്. പക്ഷേ 3-3:30 ആയിട്ട് പോലും നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുടയൊക്കെ ചൂടിയിട്ടാണ് എൻ്റെ ഈ ഒരു പോക്ക്. കാരണം കുട മസ്റ്റാണ്. വേനൽക്കാലമല്ലേ, കുട ഇല്ലാതെ ഇറങ്ങാനേ പറ്റില്ല. കുടയും വെള്ളവും നിർബന്ധമാണ്. അപ്പോൾ വീട്ടിൽ എത്താനായി. അപ്പം ഞാൻ എത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. വീട്ടിലെത്തിയ പാടെ ഞാൻ ഫുഡ് കഴിക്കാൻ നിൽക്കും കേട്ടോ. ഇവിടെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഫുഡ് കൊണ്ടുപോകാറില്ല. കാരണം ഞാൻ പോകുമ്പോൾ തന്നെ കഴിച്ചിട്ട് പോകും. പിന്നെ 3 മണിയാകുമ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തും. എന്നിട്ടാണ്ടോ കഴിക്കൽ. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വിറക് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഇന്നിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ചെരുപ്പ് പൊട്ടി. ഇട്ടിട്ടില്ല മൂപ്പരെ, ഇപ്പം തന്നെ പൊട്ടി. എന്തായാലും തൊട്ടിക്കും, ഞാൻ വിട്ടെടുക്കൂല. ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ വിറകും ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിറകൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. വിറക് എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ മഴക്കാർ ഇങ്ങനെ നിൽക്കണമുണ്ട്. അപ്പോൾ പിന്നെ വിറക് കുറച്ചെടുത്ത് വയ്ക്കാറുണ്ട്. ഇങ്ങനെ പോകുകൊണ്ട് എനിക്കത് ഈ പട്ടയും വിറകൊന്നും ഒതുക്കി വെക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ പെട്ടെന്നുണ്ടായൊരു പോക്കായിരുന്നല്ലോ.
അപ്പോൾ ഒന്നും ഒരുക്കത്തിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഒന്ന് ഒതുക്കി വെക്കുകയാണ്. ഓലക്കൊടി എനിക്ക് വേണ്ട, അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വെട്ടി കളയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വിറകും കാര്യങ്ങളും മാത്രമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഗ്യാസുമ്മ കളിക്കാനും പേടിയാണ്. ഗ്യാസ് കഴിഞ്ഞിട്ട് 10-15 ദിവസം 12 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുമ്മ കളിക്കാനും പേടിയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം കളിക്കുള്ളൂ അതുമ്മൽ, അല്ലാതെ കളിച്ചാൽ പണി കിട്ടും. എന്തായാലും രണ്ടാമത്തെ കുറ്റിക്ക് കൊടുക്കണം. ഇന്ന് പോകുമ്പോൾ വേണം ആ കുറ്റീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ഓഫീസിൽ കയറണം. അപ്പോൾ ഞങ്ങളെ കാർഡുമ്മൽ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേരിലാണ് ഇവിടുത്തെ തറവാടത്തെ കാർഡിൻ്റെ OTP ഇത് വരുന്നത്. ബുക്ക് ചെയ്യലൊക്കെ എൻ്റെ നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കിയെങ്കിലേ ഞങ്ങളെ കാർഡുമ്മേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശരിയാക്കണം കണ്ട്. അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ടെന്ന്. എനിക്ക് അത്യാവശ്യം വേണ്ടത് വെള്ളം, വിറക്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. അരി പിന്നെ നമുക്ക് റേഷൻ കടയിൽ കിട്ടുന്നതുകൊണ്ട് ആ ഒരു ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. വെള്ളവും വിറകും നമുക്ക് ഉണ്ടെങ്കിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞ സമാധാനമാണ്. പിന്നെ ഞാൻ മാത്രം പോന്നിട്ടുള്ളൂ കേട്ടോ. മറ്റ് 2 മക്കളും അവിടെ എൻ്റെ വീട്ടിലാണ്. എന്നെക്കാട്ടിലും കാര്യമാണ് എൻ്റെ വീട്ടുകാർ. അപ്പോൾ ഓല് പോന്നിട്ടില്ല, ഞാൻ മാത്രം പോന്നിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഇവിടെ കുറച്ച് കല്യാണങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പോകുന്നതുകൊണ്ടും അവിടുന്ന് കുറച്ച് വണ്ടി പൈസ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ കുറച്ച് ദിവസം എന്നല്ല, ഇനി ഇവിടുന്ന് പോകാമെന്ന് വെച്ചു. അപ്പം കുറച്ച് കല്യാണങ്ങളുണ്ട്, കുടിരിക്കലുണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പോകേണ്ടതല്ലേ. അങ്ങനെ എൻ്റെ കുറച്ച് വിറക് വെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് അടുക്കളയിൽ കൊണ്ടുവയ്ക്കണം. വിറക് വെട്ടി ഒതുക്കണതിനിടയിൽ നമ്മളെ കയ്യിൽ ഒരു ഓലക്കൊടിൻ്റെ ആ ഒരു ഈർക്കിൽ കയറിയിട്ട് മുറിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഊതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കി അകത്ത് കൊണ്ടുവയ്ക്കട്ടെ. വിറകടുപ്പിലാണ് നമ്മളെ ചോറും അതുപോലെ കുടിവെള്ളമൊക്കെ വയ്ക്കുക കേട്ടോ. ആദ്യമൊക്കെ ഞാൻ അധികം ഗ്യാസ് മേലൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്, വിറകില്ലാത്തതുകൊണ്ട്. ഇത് പിന്നെ ഏട്ടന് ഗ്യാസ് കഴിഞ്ഞ് ഇതിൽ കുറച്ച് വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ വിറകടുപ്പിലോട് പണി തുടങ്ങി കേട്ടോ. അപ്പോൾ വേനൽക്കാലമാണ്, എല്ലാവരും ധാരാളം വെള്ളം കുടിക്കാൻ. ഞാൻ അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്, ഇങ്ങനെ പൊട്ടി വിയർക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തൊന്ന് കുടിക്കുക കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക, മക്കളെയൊന്നും പുറത്തേക്ക് ഇറക്കരുത്, തണലത്തൊക്കെ കളിപ്പിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് കേട്ടോ. വീട്ടിലേക്ക് ഒരു 3-4 വിളിക്കും കേട്ടോ. കുട്ടികളോട് അറിയും വെയിലത്തേക്ക് പോകരുത്, കാട്ടുകൂടെ കളിക്കരുത്, അങ്ങനെ ഇങ്ങനെ. അപ്പം എന്നിട്ട് അമ്മോട് പറയും, ഈ അമ്മയ്ക്ക് വിളിച്ചാൽ വെറും ഈ ഒരു വർത്താനം പറയാനുള്ളല്ലോ പറയും. ചൂടുകാലല്ലേ, വല്ല പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കളല്ലേ, ഓൽക്ക് കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പാമ്പ് ഏതാ കാട് ഏതാണെന്നും ഓൽക്ക് അറിയൂല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക.